ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒമാനിലെ മസ്കറ്റ് നഗരത്തോട് ചേർന്ന് വാദിക ബീക്കറില് പള്ളിയുടെ പരിസരത്തുണ്ടായ വെടിവയ്പിൽ 4 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസാണ്, അതായത് ROP, അവരാണ് ഇക്കാര്യം അറിയിക്കുന്നത്. സാഹചര്യം നേരിടാൻ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിനായി തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങളോട് ROP അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇപ്പോ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കാണുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിലും ബംഗ്ലാദേശിലും ഒക്കെ മാത്രം വെടിപൊട്ടിയാൽ മതിയോ? പൊട്ടിത്തെറിച്ചാൽ മതിയോ? ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കുന്ന ആളുകൾ ലോകത്തിന്റെ സകലമാന ഭാഗങ്ങളിലുമില്ലേ? പിന്നെന്താണ് ഒമാൻ അതിൽ നിന്നും വ്യത്യസ്തമാ? എല്ലാം എല്ലായിടത്തുമുണ്ട്. ഒമാനിൽ മയക്കുമരുന്നുമായി 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നാണ് ഏഷ്യൻ രാജ്യക്കാരായ പ്രതികളെ പിടികൂടുന്നത്. ഇവരുടെ കൈവശം ക്രിസ്റ്റൽ മെത്ത് കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. നമ്മൾ ഒരു വാർത്ത കണ്ടിട്ട് അധികമായിട്ടില്ല. അതായത് പാകിസ്ഥാന്റെ പള്ളിയുടെ ഫ്രണ്ട് സഫിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 1ാമത്തെ നിരയിൽ നിൽക്കുന്ന ആള് വളരെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ വേഷത്തിലാണ് നിൽക്കുന്നത്. കുറച്ചു കഴിഞ്ഞു എല്ലാ ആളുകളും നമസ്കാരത്തിലേക്ക് ഇങ്ങനെ മനസ്സ് കേന്ദ്രീകരിച്ച് കൈകെട്ടി നിൽക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു. പള്ളിയുടെ ചുമരുകൾ മുഴുവനും കേടുപാടുകൾ സംഭവിച്ചു. അല്ലറ ചില്ലറ കുറച്ചു മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ചാണ്, മദ്രസകൾ, മസ്ജിദുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള ഭീകരാക്രമണങ്ങളിൽ അധികവും നടക്കുന്നത്. ഒമാനിലെ പള്ളിയിൽ നടന്ന വെടിവയ്പിൽ 5 പേർ മരിച്ചതായാണ് സൂചന ഇപ്പോൾ ലഭിക്കുന്നത്. 700ഓളം പേർ പള്ളിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നതായും അറിയുന്നുണ്ട്. എന്തായാലും ഒമാനിലെ മസ്കറ്റ് തലസ്ഥാനത്താണ് ഈ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി. ഒമാൻ റോയൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി പറയുന്നുണ്ട്. ഐസം, ഈ വാർത്തയുടെ വിവരങ്ങൾ അറിയണം. കാരണം ഒമാനിൽ, അതും ആരാധനാലയത്തിനുള്ളിൽ ഇത്തരത്തിൽ ഒരു വെടിവയ്പ് എങ്ങനെ ഉണ്ടായി, എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? തീർച്ചയായും ഈ വെടിവെപ്പ് സംബന്ധിച്ച വിവരങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ വെടിപ്പിന്റെ കുറെ പേർ കടന്നു കയറി വെടിയേറ്റ് ഉതിർത്തുകയായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ന്യൂസ് ഏജൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ ആരെ എന്ന് സംബന്ധിച്ച ഒരു വിശദീകരണം റോയൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത. ഇത് തന്നെയായാലും വലിയൊരു വെടിവെപ്പ് തന്നെ നടന്നു. അല്ലെങ്കിൽ 5 പേരുടെ മരണത്തിനും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, 700ഓളം പേർ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. ഈ പള്ളിയിൽ അടച്ചുപൂട്ടപ്പെട്ട് കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതും തന്നെ ഏറെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം പരിക്കേറ്റവർ അക്കൂട്ടത്തിലുണ്ടെങ്കിൽ അവരുടെ ജീവനെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. മരണസംഖ്യ ഉയർന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അല്പസമയം മുമ്പ് വരെ, അതായത് ഇന്ന് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന 3 എന്നതിൽ നിന്ന് ഇപ്പോൾ 5 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പരിക്കേറ്റവരുടെ സ്ഥിതി സംബന്ധിച്ച വിവരങ്ങളും ഇനിയും നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കുടുങ്ങിക്കിടക്കുന്ന 700 പേരിൽ പരിക്കേറ്റവരുണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ മരണപ്പെട്ടവരുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഗൗരവതരമായ ഒരു അന്വേഷണം തന്നെയാണ് ഒമാൻ റോയൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടി മറ്റ് കൂടുതൽ വിവരങ്ങൾ, അതായത് ആക്രമണത്തിന് പിന്നിൽ ആരാണ്, എന്താണ് ഉദ്ദേശം എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. മാത്രമല്ല, ഇത്രയും മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇങ്ങനെ സ്വാഭാവികമായി കൊണ്ടു നടക്കാനുള്ള സാധ്യത എങ്ങനെ ഒമാനിൽ ഉണ്ടായി എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്താരാഷ്ട്ര ഏജൻസികളുടെ കൂടി സഹായത്തോടെ തുടരന്വേഷണം വേണ്ട ഒരു തീവ്രവാദ വിഷയമായി തന്നെ ഇതിനെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ കൂടി മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ 5 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അധികൃതർ അനൌദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. പള്ളിക്കകത്ത് കയറുമ്പോഴേക്ക് ഇവർക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹൂറികളുടെ അടുത്തേക്ക് എത്തണം എന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 6ാം നൂറ്റാണ്ടിന്റെ പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം അനുസരിച്ച്, അതിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് അവസാനത്തെ കർമ്മം അള്ളാഹു ഇഷ്ടപ്പെടുന്നതായാ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു, അതുവരെയുള്ള പാപഭാരങ്ങളെല്ലാം അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് അതുവരെ ഉള്ളതിനെല്ലാം അള്ളാഹുവിനോട് പാപമോചനം തേടി, ശരി എന്നാ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോകണ്ട, ഇരുമ്പ് നിക്കർ നമുക്കിടാം, മറ്റുള്ളവർ ഇരുമ്പ് നിക്കർ ഇട്ടിട്ടില്ലെങ്കിലും സാരമില്ല, പൊട്ടിത്തെറിക്കാം എന്ന ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാകുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിലും ഒക്കെ നമ്മൾ കാണുന്ന വാർത്തകളിൽ എന്താണ് സംഭവിക്കുന്നത്?
നമസ്കരിച്ചു കഴിഞ്ഞു. മിക്ക വെള്ളിയാഴ്ച ദിവസങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാണ്, ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാണ്, കഴുത്തറുത്തുള്ള കൊലകൾ റിപ്പോർട്ട് ചെയ്യുവാണ്. സിറിയയിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആളുകൾ, അതായത് ഐസിസ് ഭീകരർ, വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ടാണ് യസീദികളെയും മറ്റ് കാഫിറുകളെയും ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് കൈ രണ്ടും പുറകിലോട്ട് കെട്ടി തലവഴിയ ഒരു കറുത്ത തുണിയും ഇട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈ പട്ടിയെയും പൂച്ചയെയും കോഴിയെയും ഒക്കെ അറുക്കുന്ന ലാഘവത്തോടെ മനുഷ്യന്മാരുടെ കഴുത്തറുക്കുന്നത്. ഇവർക്ക് എന്ത് കിട്ടുമെന്നാണ്? രക്തക്കൊതിയനായ ഒരു അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി. അതുകൊണ്ടാണല്ലോ പള്ളികൾ കേന്ദ്രീകരിച്ച് തന്നെ ഇവർ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. അതിനകത്തുള്ളതെല്ലാം മുസ്ലിങ്ങളാണല്ലോ, എല്ലാവരും നമസ്കരിക്കാൻ വേണ്ടി വരുന്നവരുമാണല്ലോ. ഇത്തരം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഒമാൻ പോലെ ഒരു രാജ്യത്ത് കൊണ്ടു നടക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആ രാജ്യത്തിന്റെ സുരക്ഷയെ ഏത് രൂപത്തിൽ അത് ബാധിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ മരണസംഖ്യ 5 ആയിട്ടുണ്ട്. 700ഓളം ആളുകൾ അതിനകത്ത് ബന്ധികളാക്കപ്പെട്ടു. 700ഓളം ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു. അതിൽ മാരകമായി പരിക്കേറ്റവരുണ്ടാകാം, വൃദ്ധരുണ്ടാകാം, രോഗികൾ ഉണ്ടാകാം. അവരൊക്കെ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കിടന്ന് പ്രയാസപ്പെടുവാണ്. ഇത് തീവ്രവാദി ആക്രമണമാണെന്ന് തുടക്കം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഭീകരര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇത് വെറും ഒരു പോപ്പുലർ ഫ്രണ്ടുകാരിലോ അതല്ലെങ്കിൽ ഐസിസിലോ ലഷ്കർ ഇ തൊയ്ബയിലോ ഹമാസിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭീകരതയല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൂട്ടരെവിടെയുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിൽ പൊട്ടിത്തെറികളും ഭീകരാക്രമണങ്ങളും ചാവേറാക്രമണങ്ങളും കൊല്ലലും കൊലയും ഒക്കെ സർവ്വസാധാരണമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പൊതുനിരത്തില് അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ ആദ്യം ജനങ്ങൾ അവരുടെ ജീവനും കൊണ്ട് ഓടുവാണ് ഏതെങ്കിലും ഒരു സേഫ് പോയിന്റിലേക്ക്. കാരണം അല്ലാഹു അക്ബർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇനി അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, അതല്ലെങ്കിൽ അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകും, അവിടെ ഒരു സ്ഫോടനം നടക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ സ്ഫോടനത്തിന്റെ സിംബലായി മാറിയിട്ടുണ്ട്. ഈ സമാധാന മതക്കാർ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ശരി, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ഭീകര സ്വഭാവമുണ്ടല്ലോ, മാറില്ല. അതാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയിൽ മമ്മൂട്ടിയെ കണ്ടപ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു ആളുകൾ. അപ്പോഴേക്ക് ജനങ്ങളെല്ലാം തിയേറ്ററിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് അവിടെ എത്തുന്നത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെയാണ് എത്തുന്നത്. കാരണം ഇനി പരിശോധിച്ചിട്ട് മാത്രമേ ആ തിയേറ്ററുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റൂ. എന്താണ് ഒപ്പിച്ചിരിക്കുന്നത് എന്ന് ആർക്കറിയാം? ഇപ്പോ ഒമാനിൽ മസ്ജിദിനകത്താണ് ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ഈ നമസ്കരിക്കാൻ വരുന്ന ഇവരുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇത് സംഘടനാ വൈര്യമാണ്. ഷിയ സുന്നി തർക്കം പ്രവാചകന്റെ കാലഘട്ടം മുതൽ നിലനിൽക്കുന്നതാണ്. ഇനിയിപ്പോ ഈ ഭീകരാക്രമണം ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന അങ്ങ് ഏറ്റെടുക്കും, ഞങ്ങളാണത് ചെയ്തത്, അതിന്റെ ഉത്തരവാദി ഞങ്ങളാണ് എന്ന് പറയും. എങ്ങനെയുണ്ട്? അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതിനെ വല്ല അപലപിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇതൊക്കെ വെറും നിസ്സാരമല്ലേ? നന്ദി.